നമസ്കാരം. സുരേഷ് ഗോപി വിജയം ഉറപ്പിക്കുകയാണ്. ആദ്യമായി കേരളത്തിൽ ഒരു താമര വിരിയുന്നുണ്ട് എങ്കിൽ ലോക്സഭാ സീറ്റിൽ അത് ഇതാ തൃശ്ശൂരിലാണ്. കഴിഞ്ഞ രണ്ടു വട്ടവും ഇത്തരത്തിൽ തൃശ്ശൂരുകാരോട് സുരേഷ് ഗോപി ചോദിച്ചിരുന്നു ദാ ഇങ്ങനെ: എനിക്ക് ഈ തൃശ്ശൂരിൽ വേണം, നിങ്ങളെനിക്ക് ഈ തൃശ്ശൂരിൽ തരണം, ഈ തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക. അതായത് ഈ തൃശ്ശൂരിനെ ഞാനങ്ങ് എടുക്കുകയാണ്, നിങ്ങൾ ഈ തൃശ്ശൂർ എനിക്ക് നൽകുമെന്ന്. അത് വളരെ കൃത്യമായി പാലിക്കുവാൻ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് 70,000-ലധികം വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപി. കേരളത്തിൽ താമര വിരിയുന്നത് സുരേഷ് ഗോപിയിലൂടെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. അദ്ദേഹം അന്ന് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ഈ തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ അന്ന് കൊടുക്കുവാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറായിരുന്നില്ല. അതിനുശേഷവും അവിടുത്തെ ജനങ്ങൾ തയ്യാറായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു. കൈ മെയ് മറന്നുകൊണ്ട് തന്നെ സഹായിച്ചിരിക്കുന്നു. ഏകദേശം 70,000-ലധികം വരുന്ന വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങ് എടുക്കുകയാണ്. അത് കൊടുക്കുവാൻ തൃശ്ശൂരിലെ ജനങ്ങളും തയ്യാറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അതാ ഈ സമയത്തിന് കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വളരെ കൃത്യമായി NDA മുന്നണി അല്ലെങ്കിൽ BJP നേടിയിരിക്കുന്നു. താമര വിരിയിച്ചിരിക്കുന്നു എന്ന് പറയാം. താമര വിരിയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയിലൂടെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സുരേഷ് ഗോപി ജനങ്ങളോട് രണ്ടു വട്ടവും ചോദിച്ചിരുന്നു ഈ തൃശ്ശൂർ എനിക്ക് തരാൻ, ഞാനല്ലെങ്കിൽ ഇതങ്ങ് എടുക്കാം എന്ന് പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു വാചകമായിരുന്നു. ആ വാചകം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് പലപ്പോഴും. ആ വാചകത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കണം അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് കൈമെയ് മറന്നുകൊണ്ട് വോട്ട് ഹാരങ്ങളാക്കി മാറ്റിയത് നൽകിയിരിക്കുന്നത്. ആ വലിയ ഒരു വിജയപ്രതീക്ഷയോടുകൂടി തന്നെ സുരേഷ് ഗോപി മുന്നോട്ട് പോവുകയാണ്. നിമിഷങ്ങൾക്കകം അദ്ദേഹം വിജയിയായി പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ആ ഔദ്യോഗിക പ്രഖ്യാപനത്തോടു കൂടി സുരേഷ് ഗോപി കേരളത്തിൽ ആദ്യത്തെ BJPയുടെ MP ആയി മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ താമര വിരിയുന്നതും അങ്ങനെ തൃശ്ശൂരിലായിരിക്കും. സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങ് എടുത്തിരിക്കുന്നു.